പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം കേട്ടത് ദീർഘവർഷങ്ങൾ ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാതിരുന്നൊരു സ്ത്രീയെ യേശു ക്രിസ്തു സൗഖ്യമാക്കിയതിനെക്കുറിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് നാം ചിന്തിച്ചു വരുമ്പോൾ തൻ്റെ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും എന്തിനധികം അദ്ദേഹത്തിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണം വരെ എല്ലാ കാലത്തും യേശുക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുകയായിരുന്നു. കർത്താവിൻ്റെ വചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നിടത്ത് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ വായിക്കുന്നത് യേശു കർത്താവ് ഫിലിപ്പോസിനോട് പറയുന്നൊരു കാര്യമാണ്. തന്നെ അനുഗമിക്കുന്ന വലിയൊരു പുരുഷാരത്തെ കണ്ടുകൊണ്ട് യേശു കർത്താവ് ഫിലിപ്പോസിനോട് പറയുക, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. 6-ാം വാക്യം. ഇത് ഫിലിപ്പോസിനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് യേശുവിനോട് ഓരോരുത്തന് അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിനപ്പം മതിയാകയില്ല എന്നുത്തരം പറഞ്ഞു. സ്തോത്രം. ഈ വേദഭാഗത്ത് നാം വായിക്കുന്നിടത്ത് യേശുക്രിസ്തു എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കർത്താവിന് നന്നായി അറിയാമായിരുന്നു. എങ്കിലും ഫിലിപ്പോസിനെ ഒന്ന് പരീക്ഷിപ്പാനായിട്ട് ചോദിക്കുക, തന്നെ അനുഗമിക്കുന്ന ഈ പുരുഷാരത്തിന് എന്താണ് ഭക്ഷിപ്പാൻ കൊടുക്കേണ്ടത്. കണക്കുകൂട്ടലുകൾ നടത്തിയ ഫിലിപ്പോസ് ഏതാണ്ട് 1 ദിനാർ, അതായത് ഒരു ദിവസത്തെ സാധാരണക്കാരൻ്റെ കൂലിയാണ് 1 ദിനാർ. അപ്പോൾ 1 ദിനാറിന് അപ്പം വാങ്ങിയാലും എന്നുള്ള നിലയിൽ നാം ചിന്തിക്കുന്നിടത്ത് 200 കാശിനെന്നാണ് മലയാളം ബൈബിളിൽ കിടക്കുന്നത്. 200 കാശിന് അപ്പം വാങ്ങിയാലും അത് ഈ ജനത്തിന് എന്തുള്ളൂ, അതായത് തികയത്തില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം യേശു കർത്താവ് വിട്ടുകൊടുത്തു. ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ സാമ്പത്തികമായിട്ടല്ലേ, പണം കൊണ്ടൊരു പരിഹാരം നോക്കിയിട്ട് നടക്കുന്നില്ല. എന്നാൽ ആ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ യേശു കർത്താവ് അവിടെ ലഭ്യമായിരുന്ന 5 അപ്പവും 2 മീനും കൊണ്ട് ഏതാണ്ട് 5000-ഓളം പുരുഷന്മാർ, പിന്നെ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, അങ്ങനെ വലിയൊരു സമൂഹത്തിന് തൃപ്തി വരത്തക്ക നിലയിൽ അവരെ പോഷിപ്പിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ചിലർ ബാങ്കിൽ പൈസ ഇട്ടുകൊണ്ട് കല്യാണത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നു, കല്യാണം നടക്കുന്നില്ല. ചിലരതുപോലെ പൈസ സ്വരുക്കൂട്ടി വെച്ചൊരു ഭവനം പണിയാൻ നോക്കിയിരിക്കുന്നു, ആ ഭവനം പണിയൊന്നും ആരംഭിക്കാൻ പോലും കഴിയുന്നില്ല. എന്നാൽ പറയട്ടെ, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി സാമ്പത്തികമായി നമ്മുടെ കയ്യിൽ അതിന് ഏതാ ഒരു ആവശ്യം, അതിനുള്ളതൊന്നും നമ്മുടെ കയ്യിൽ ഒരു സോഴ്സ് ആയിട്ടില്ല എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 4:12 നാം വായിക്കുന്നുണ്ട്, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, തന്നെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന, തൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഏവരെയും സ്വീകരിപ്പാൻ യേശു കർത്താവ് വേഗം വരും. ആ കർത്താവിനെതിരെ പാൻ നമുക്കൊരുങ്ങാം. നമ്മുടെ പണം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയത്തില്ല എന്നുറപ്പുള്ള കാര്യവും നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ യേശു കർത്താവിന് കഴിയുമെന്ന് ഈ ചെറിയ ഒരു ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത വചനത്തിനായി നന്ദി കരേറ്റുന്നു. അങ്ങോട്ട് നിസ്തുല്യതയെ വെളിപ്പെടുത്തുന്ന ഈ കർത്താവെ തിരുവെഴുത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച വചനപ്രകാരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ, അവർക്ക് ചെയ്തെടുപ്പാൻ കഴിയാത്തതായ കാര്യങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെട്ട് നന്മയൊരുക്കി ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാം.